പരിശുദ്ധ ദൈവം മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ സാധിച്ചതെന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി ബോബൻ. എൻ്റെ മക്കൾ 3 പേര്. അതെൻ്റെ അമ്മയാണ്. മാർട്ടിൻ, ഒരാൾ മെൽവിൻ, മോള് ഡെൽന. മാർട്ടിൻ മെൽവിൻ ടിങ്സാണ്. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു. ഇൻഫാൻറ്റ് ജീസസ് എടയാർ പാളയം ചർച്ചിൽ നിന്നാണ് വരുന്നത്. കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് ഞങ്ങളുടെ പള്ളിയിലെ ചേച്ചിമാർ വഴിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒബിയസ്ലി എല്ലാവരും പറയുന്ന പോലെ ഞാനും പറഞ്ഞു, നമ്മുടെ പള്ളിയിലും മാതാവുണ്ട്, അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിച്ചാൽ പോരെ, അവിടെ പോകേണ്ട കാര്യമുണ്ടോ, അത്രയും ദൂരം പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നീ പിള്ളേരെയും കൊണ്ട് 1 പ്രാവശ്യം പോയി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് മമ്മിയും അത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ റെഡിയായി സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഞാൻ ഡെയിലി വണ്ടി പോകുമ്പോൾ കൊന്ത കേൾക്കും, ഇല്ലെങ്കിൽ മാതാവിനോട് സംസാരിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പിള്ളേരെയും കൊണ്ട് വരുന്നില്ല, പിള്ളേരെയും കൊണ്ട് അത്രയും ദൂരം വരാൻ പാടാണ്, അപ്പോൾ ഞാനും മമ്മിയും ഫസ്റ്റ് വരാം എന്നാണ് വിചാരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും മാതാവ് പറയണേ, നീ നിൻ്റെ മക്കളെയും കൂട്ടി വാ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വൈകുന്നേരം വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മി മാതാവ് ഇങ്ങനെയാണ് പറയണത്, മക്കളെയും കൂട്ടിയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2025 ജനുവരി 12-ാം തീയതി ഇവിടെ വന്നു. ഒരുപാട് കഷ്ടപ്പെട്ട, സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വരാനുള്ള വഴി അറിയില്ല, എങ്ങനെ വരണം ഒന്നും അറിയത്തില്ല. പിള്ളേരെയും കൊണ്ട്, പിള്ളേർക്കാണെങ്കിൽ ബസ്സിൽ കയറിയ ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെയാണ്. അടങ്ങിയിരിക്കില്ല, ഭയങ്കര അഗ്രസീവാണ്. വെളിയിൽ ആൾക്കാരെ കാണുമ്പോൾ അടങ്ങിയിരിക്കില്ല, ചാടും. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും, ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ഇവർ അടങ്ങിയിരിക്കില്ല. ഇവിടെ ഒരുപാട് ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കയറി ട്രെയിൻ കയറി ഇവിടെ ആലുവയിൽ ഇറങ്ങി ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഹോട്ടലിൽ എടുക്കണം, ട്രെയിനില്ല. പിന്നെ അപ്പോൾ ഹോട്ടലിൽ മുറി എടുക്കണോ എന്നാണ് ഞങ്ങൾക്കൊരു പേടി. ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൽ മുറി എടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വെച്ച് ഞങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ വന്നിട്ട്, നിങ്ങൾ കൃപാസനത്തേക്ക് പോകാനുള്ളവരാണോ ചോദിച്ചിട്ട് ഞങ്ങളെ ആ കാറിൽ ഇവിടെ വരയ്ക്കും കൂട്ടിയിട്ട് വന്നു. ഞങ്ങളിവിടെ വരുമ്പോൾ 8:30 മണിയായി. റൂം എടുക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ആ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്ന് ഞങ്ങളിവിടെ റൂം എടുത്ത് രാവിലെ ഒരു 5:30 മണിയായപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇവിടെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു, ഉടമ്പടി എടുക്കണം, ടോക്കൺ എടുക്കണം ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് ടോക്കൺ എടുത്ത് ഉടമ്പടി ക്ലാസ് എല്ലാം കൂടി കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേ ഒരു ഗ്രേ കളർ പൂച്ചയാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറുന്നതിനേക്കാളും മുന്നേ കയറിയത്. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ മുതൽ അവൾ വന്ന് ഞങ്ങളെ വിളിച്ചെഴുന്നേക്കും. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും. ഇതാണ്. അപ്പോൾ ഫസ്റ്റ് 2ാമത്തെ ദിവസം ഞങ്ങളിങ്ങനെ രാവിലെ രാത്രി കിടന്നുറങ്ങി ഒരു സ്വപ്നം വരാം, മാതാവ് വന്നു. അപ്പോൾ സഞ്ചാരി മാതാവ് കോയമ്പത്തൂർ വരെ, എല്ലാവരും സാക്ഷ്യത്തിൽ പറയും സഞ്ചാരി മാതാവ് വരും. എങ്ങനെ സഞ്ചാരി മാതാവ് ഇവിടെ വരെ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴാണ് സ്വപ്നത്തിൽ മാതാവ് വരുന്നത്. മാതാവ് ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തിലാണ് മാതാവിനെ ഞാൻ കാണുന്നത്. നല്ല ബ്ലൂ കളറായി വെച്ച് നല്ല ഭംഗിയുള്ള ഒരു മാതാവ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മാതാവ് അന്ന് രാത്രി ഞങ്ങളുടെ മക്കളെ സന്ദർശിക്കാൻ വന്നു. അതിൽ നിന്ന് ഇന്ന് വരെയും എൻ്റെ കൂടെ ഈശോയും മാതാവും കൂട്ടിന് സഞ്ചരിക്കുന്നുണ്ട്. A to Z കാര്യങ്ങൾ തൊട്ട് ഞാൻ സംസാരിച്ച് അഭിപ്രായം ചോദിച്ച് മാതാവിനോട് ഈശോയോട് സംസാരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എൻ്റെ മക്കൾ ട്വിൻസാണ്, അവർക്ക് ഓട്ടിസമാണ്. ചെറിയ വയസ്സ്, ഒരു 6ാം വയസ്സ് മുതലാണ് ഞങ്ങളത് അറിയാൻ തുടങ്ങിയത്. ഓട്ടിസമാണ്, ഇവർ ക്ലാസ്സിലൊന്നും ഇരിക്കില്ല, ഇറങ്ങിപ്പോകും. ടീച്ചർമാർക്ക് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ HM പറഞ്ഞു, ഇവർക്ക് വേറെ സ്പെഷ്യൽ സ്കൂളിലാണ് കൊണ്ട് ചേർക്കണം, അന്നേരം അപ്പോഴേ ഇവർക്ക് റെഡി ആകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഒരു ഹോസ്റ്റലിൽ പഠിച്ച കൊച്ചായതുകൊണ്ട് എനിക്ക് മക്കളെ ഹോസ്റ്റലിൽ വിടാൻ യാതൊരുവിധ താല്പര്യമില്ല. അപ്പോൾ ഇവർ ഹോസ്റ്റലിൽ നിർത്താമെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സ് മുറിഞ്ഞു പോണ ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഇവരെ ഒരു 1ാം ക്ലാസ്സിൽ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്തി. അന്ന് മുതൽ അവരുടെ ഹോസ്റ്റലിൽ ഒരു 4ാം ക്ലാസ് വരെ ഒരു ഹോസ്റ്റലിൽ നിന്നു. പക്ഷേ അങ്ങനെയൊന്നും ചേഞ്ച് ആയില്ല. സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടും ഇപ്പോൾ പള്ളിയിലൊക്കെ ഒരു ധ്യാനം നടക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കൾ ഓടിക്കൊണ്ടുപോയി ധ്യാനത്തിന് കൊണ്ടിരുത്തും. ശരി, അങ്ങനെയെങ്കിലും ഒരു ചേഞ്ച് വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് കൃപാസനത്തിലെ കാര്യം അറിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ
രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എൻ്റർ ആകുമ്പോൾ തന്നെ ഭയങ്കര സുഗന്ധാഭിഷേകം വന്നു. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ, ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിള്ളേർ വായ തുറന്ന് ഇരിക്കുക, വായ ഓപ്പണായിട്ടേ ഇരിക്കുക, ക്ലോസ് ആവുന്നില്ല. പിന്നെ ഐബോൾ സ്റ്റക്കായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ജോലിയിലായിരുന്നു. അപ്പോൾ ജോലി മമ്മി വിളിച്ച് പറഞ്ഞു ഇതുപോലെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെർമിഷൻ എടുത്ത് ഞാൻ വീട്ടിൽ വന്ന് പിള്ളേരെ കൂട്ടി തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ന്യൂറോ സർജനെ കൊണ്ടുപോയി കാണിച്ചു. ന്യൂറോ സർജൻ പറഞ്ഞു നീ ന്യൂറോളജിസ്റ്റിനെ കാണിക്കുക, അവർക്ക് പറയാൻ പറ്റുള്ളൂ എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ ന്യൂറോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ന്യൂറോളജിസ്റ്റ് ഫസ്റ്റായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഓട്ടിസം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ സൈത്ത പൂശി ഇവർക്ക് തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇവർക്ക് ഓട്ടിസം ഇല്ല എന്ന് സാറ് പറയുമ്പോൾ പിന്നെ ഇവർക്ക് എന്താണ് അസുഖം എന്നുള്ള ചോദ്യമായി. അപ്പോൾ സാറ് പറയാം അത് പറയാൻ പറ്റില്ല, എന്താണ് ഇവർക്ക് അസുഖം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇവരിങ്ങനെ ആയിരിക്കും, ഇവർക്കൊരു സ്ലീപ്പിംഗ് പിൽസ് മാത്രം ഞാനിപ്പോൾ എഴുതി തരാം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻസ് കൊടുത്തിട്ടില്ല. സ്ലീപ്പിംഗ് പിൽസ് ഒരാഴ്ച കൊടുത്തു, അല്ലാണ്ട് പിന്നെ ഇവർക്കുള്ള സൈക്കാട്രി മെഡിസിൻസോ അല്ലെങ്കിൽ ഓട്ടിസത്തിൻ്റെ മെഡിസിൻസോ ഒന്നും കൊടുക്കാറില്ല. അതിൽ അന്ന് തൊട്ട് ഇവർക്ക് അഗ്രസീവും അല്ല, ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് പോണു. ഭയങ്കര അഗ്രസീവായിരുന്നു. ഇവർ അടിക്കുകയും പിടിക്കുകയും പാത്രം എടുത്ത് വലിച്ചെറിയുകയും ഒക്കെ ചെയ്യും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. നമ്മളെയൊക്കെ എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഇവർ. ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാണ്ടിരിക്കുന്നു, അത് ദൈവത്തിൻ്റെ കൃപ. അങ്ങനെ അവർ ഇപ്പോൾ കുഴപ്പമില്ല. അതുപോലെ അവരുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ നോക്കുന്നുണ്ട്. ഞാൻ പള്ളിയിൽ അങ്ങ് നിൽക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ പിന്നെ ചെറിയ കുട്ടികൾക്ക് പിന്നെ അൾത്താരബാലന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യാനുള്ളൊരു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മക്കൾ നിൽക്കേണ്ട സ്ഥലമാണല്ലോ ഇത് എന്നിങ്ങനെ കരഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് എന്നോട് എന്താ പറയണതെന്ന് വെച്ചാൽ നീ എന്തിനാണ് കരയണത്, നിൻ്റെ മക്കൾ എൻ്റെ സന്നിധിയിലെ അൾത്താരബാലന്മാരല്ലേ എന്നാണ് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത്. അന്നോട്ട് എനിക്ക് ആ ദുഃഖം മാറിപ്പോയി. ഞങ്ങൾ വീട്ടിൽ കൊന്ത ചൊല്ലാറുണ്ടായിരുന്നില്ല. ഇവിടെ വരുന്നതിന് മുന്നേ വരയ്ക്കും വീട്ടിൽ കൊന്ത ചൊല്ലാറില്ല. കാരണം കൊന്ത ചൊല്ലുന്ന ദിവസം വീട്ടിൽ എന്തെങ്കിലും വഴക്കുണ്ടാവും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അവിടെ ഞങ്ങൾ കൊന്ത ചൊല്ലാറില്ല. ഇപ്പോൾ ഇവിടെ വന്ന് കുടുംബടി എടുത്തതിന് ശേഷം വീട്ടിലെന്നും കൊന്ത ചൊല്ലാറുണ്ട്. പിള്ളേർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ അനുഗ്രഹം പിള്ളേർക്കുണ്ട്. പിള്ളേർക്ക് നല്ല ചേഞ്ചുണ്ട്. അതായിരുന്നു എൻ്റെ ഒന്നാമത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയെ സംബന്ധിച്ചാണ്. ഞാൻ ഫസ്റ്റ് ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിരുന്നു. നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞ് നമ്മൾ പിന്നെ ഞാൻ ഡിഗ്രി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നേഴ്സിംഗ് സൈഡിൽ നിന്ന് മാറി വേറൊരു പോസ്റ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. അവർ വിടില്ല നമ്മളെ. അങ്ങനെ ഇവർ വേറൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ അവിടേക്ക് അഡ്മിനായിട്ട് പോയിക്കോ, ഞങ്ങൾക്ക് മാറ്റി തരാമെന്ന് പറഞ്ഞു. മാറ്റി ഞങ്ങൾ അവിടേക്ക് പോയി. ഞാൻ അവിടേക്ക് പോയപ്പോൾ ഇവരത് മാറ്റാണ്ട് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിൽ തന്നെ എന്നെ തുടർന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് അവിടെ നിന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ലാസ്റ്റ് ഒരു 8 മാസമേ ആ ഹോസ്പിറ്റൽ അവിടെ തുടങ്ങിയുള്ളൂ. പിന്നെ മാറി പഴയ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. അപ്പോൾ അവിടുന്ന് HR എന്നോട് ചോദിച്ചു നിനക്ക് ഹോസ്പിറ്റലിൽ സെക്രട്ടറി പോസ്റ്റിംഗ് വേണോ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വേണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സെക്രട്ടറി പോസ്റ്റിംഗ് മതി പറഞ്ഞു. അങ്ങനെ അവർ സെക്രട്ടറി പോസ്റ്റിംഗ് തന്നു. എങ്കിലും എനിക്കറിയാത്ത ഒരു മേഖലയിലേക്ക് അവരെന്നെ കൊണ്ടിരുത്തി, ഒരു സ്റ്റോർ മാനേജറായിട്ട് കൊണ്ടിരുത്തി. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് ആ സ്റ്റോറിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ അപ്പം ഞാൻ മാതാവിനോട് കണ്ടിന്യൂസായി കൊന്തയിൽ പ്രാർത്ഥിച്ചു. സൺഡേ പോലും പള്ളിയിൽ പോകാൻ പറ്റാണ്ട് അവിടെ പോയിരിക്കണം. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് സൺഡേ പള്ളിയിൽ പോയി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും എൻ്റെ കൊളീഗ്സിനോട് പറയാറുണ്ട് എനിക്ക് സൺഡേ കുർബാന സ്വീകരിച്ചാൽ എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളൊരു ധൈര്യത്തിന് ഞാൻ സ്വീകരിച്ചു. അത് സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ഒരുപാട് പ്രാവശ്യം HR പോയി സംസാരിച്ചു. എനിക്കിനി ഒന്നും ചെയ്യാനില്ല, നീ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ സംസാരിക്കുക അവരോട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത് ഒരു 1 വീക്കായില്ല. അതിന് മുമ്പ് ഞാൻ എപ്പോഴും HR പോകുമ്പോൾ കൊന്ത കൈ പിടിച്ചുകൊണ്ടേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ 1 വീക്കായപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ പേര് ചൊല്ലി വിളിച്ച് എന്നോട് പറഞ്ഞു ലിജി നീ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് റേഡിയോളജിയിൽ, നീ വന്ന് അവിടെ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ പേര് ചൊല്ലി വിളിച്ച് എനിക്ക് ജോലി ചേഞ്ച് ചെയ്ത് തന്നു. ഇപ്പോൾ ഞാൻ റേഡിയോളജിസ്റ്റ് ഒരു സെക്രട്ടറി പോസ്റ്റിങ്ങിലാണ് വർക്ക് ചെയ്യണത്. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. പിന്നെ മൂന്നാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ വണ്ടി വാങ്ങിയ വിഷയത്തെ പറ്റിയാണ്.
ഞാൻ ഫസ്റ്റ് ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് വണ്ടി ഭയങ്കരമായിട്ട് ഡാമേജായി. അപ്പം ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോകുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ മാതാവിൻ്റെ ആഷ് കളറുള്ളൊരു വണ്ടി കടയിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇങ്ങനത്തെ ഒരു വണ്ടി എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാനത് വിട്ടു വിഷയം. അങ്ങ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഞാൻ വണ്ടി എടുത്തിട്ട്. അപ്പോൾ വണ്ടി ആഷ് കളർ, അപ്പോൾ എങ്ങനെ വണ്ടി എടുക്കുമെന്നറിയില്ല, കയ്യിൽ ഒരു പൈസയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ മാതാവേ കൊന്തമില്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെ വണ്ടി എടുക്കും, പൈസ എങ്ങനെ റെഡിയാകും? അപ്പം മാതാവ് എന്നോട് പറഞ്ഞു, നീ PF അപ്ലൈ ചെയ്യേ. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, PF അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ മമ്മിയോട്, മമ്മി മാതാവ് PF അപ്ലൈ ചെയ്യാൻ പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ PF അപ്ലൈ ചെയ്ത് എങ്ങനെയായാലും ഒരു 10 ദിവസം മാക്സിമം 10-15 ദിവസമാകും നമുക്ക് ക്യാഷ് കിട്ടാനായിട്ട്. എനിക്ക് ക്യാഷ് കിട്ടിയത് 69, ഞാൻ 1 lakh അപ്ലൈ ചെയ്തത്, 69 കിട്ടി. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് മെഴുകുതിരിയിൽ 69 എന്ന് കാണിച്ച് മാതാവ് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അന്ന് കാണിക്കുമ്പോൾ അതെ 69 എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. PF എമൗണ്ട് വന്നപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ആ 69 എന്താണെന്ന് മാതാവ് പറഞ്ഞത് മനസ്സിലായത്. അങ്ങനെ 3 ദിവസത്തിനുള്ളിൽ എനിക്ക് PF എമൗണ്ട് കിട്ടി. ഞാൻ വണ്ടിയെടുത്ത് ഗ്രേ കളർ വണ്ടിയാണ്. അപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് നീ തന്നതാണെന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് നീ കാണിച്ചു തരണം. അങ്ങനെ മാതാവ് എനിക്ക് വണ്ടി തന്ന വണ്ടിയുടെ നമ്പർ 5837 ആണ്. 7 നമ്പറുണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഞാൻ മാതാവ് തന്നതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹം, മമ്മിക്ക് ഇങ്ങനെ പാത്രം കഴുകുമ്പോൾ കയ്യിൽ ഭയങ്കരമായിട്ട് അലർജി ഉണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം തേച്ച് കൊടുത്തു. ഒരു പ്രാവശ്യം മാറി, മമ്മിക്ക് അതത്ര വിശ്വാസം വന്നില്ല. അപ്പം പിന്നെ വന്നിട്ട് പിന്നെ അത് റിപ്പീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മമ്മി നിനക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും പിന്നെയും വരണേന്ന് പറഞ്ഞ് വിശ്വസിക്ക്, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമതും വന്നു, വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, മമ്മിയും വിശ്വസിച്ചു. ഇപ്പോൾ സുഖമായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി. എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പം പിള്ളേർക്ക് വിശുദ്ധ ഉപ്പും തൈലവും തേച്ച് കൊടുക്കും, പിന്നെ തേൻ കഴിക്കാൻ കൊടുക്കും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മോൾക്കാണെങ്കിലും, മോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറയണ്ടായി, പിന്നെ 18 വയസ്സാകാൻ കാത്തിരിക്കുക ഞാൻ, പിന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ, അതുപോലെ വോട്ട് ചെയ്യാനെന്നും പറഞ്ഞ്. അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്കൊരു അഭിമാനം. കാരണം ഈ ഒരു ഏജിൽ അങ്ങനെ പറയുകയെന്ന് വെച്ചാൽ കഷ്ടമാണ്. അത് അങ്ങനെ തന്നെ തുടരാൻ മാതാവ് അവളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ ഞാൻ പത്രം എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോൾ അവർ കോയമ്പത്തൂർ GH നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർ പറയും ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ ചീത്ത പറഞ്ഞ് ഓടിക്കും. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം അവിടെ കൊടുക്കും. പിന്നെ ഇവിടെ അട്ടപ്പാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ വഴി സൈഡിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയപ്പോൾ മാക്സിമം എല്ലാവർക്കും യൂത്തായിട്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ ഉടമ്പടി പത്രം കൊടുക്കാൻ ശ്രമിച്ചിരുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തകർ ഭക്ഷണം കൊടുക്കും. ഫസ്റ്റ് 2-3 മാസം ഞാൻ വന്നിട്ട് സൺഡേ വന്ന് എല്ലാ ഉച്ചയ്ക്ക് ഭക്ഷണം വഴിയോരത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കും. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഡെയിലി ഒരമ്മയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതേപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, January 26 ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഞാനും മമ്മിയും വന്നു, അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ എനിക്കൊരു ലോക്കറ്റ് തന്നിരുന്നു. അപ്പോൾ ലോക്കറ്റ് വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് താഴെ. അപ്പോൾ ഞാൻ മാതാവിനോട് അതിന് മുന്നേ പറഞ്ഞു, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മേ നീ എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം അച്ഛൻ എനിക്ക് തന്ന ലോക്കറ്റ് തന്നു. അത് കൂടാണ്ട് ഒരു സൗണ്ട് ഇങ്ങനെ ഇടും. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അടുത്തൊരു മാതാവിൻ്റെ ലോക്കറ്റ് എടുക്കണം. അപ്പം എനിക്ക് ഇത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനെ ഞാൻ നോക്കിയിട്ട് നിൽക്കുക. അപ്പോൾ അച്ഛൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഈ ലോക്കറ്റ് ഞാൻ എടുത്തോട്ടെ. ശരി എന്ന് പറഞ്ഞാൽ അച്ഛൻ തലയാട്ടി. ശരി ഓക്കെ, ഇത് അമ്മ എനിക്ക് തന്ന സമ്മാനമായിട്ട് ഞാനത് കണക്കാക്കി. ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി. അന്ന് ഞാനിവിടെ നിന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ആരും എല്ലാവരും ഉണ്ടെങ്കിലും ആരും നമുക്കില്ലാത്ത ഒരവസ്ഥ ഭയങ്കര ഒരു ഭയാനകമാണ്. അപ്പോൾ എനിക്ക് ആരും സഹായത്തിനില്ല. ഒരു ജോലിക്കായാലും വെളിനാട്ടിലേക്ക് പോകാൻ എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ഞാനന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ആരുമില്ല എന്ന് പറഞ്ഞ്. അന്ന് ഞാനിവിടുന്ന് തിരിച്ചു പോയി ആ 2 ദിവസത്തെ ഡെയിലി ബ്രെഡ് നമ്മൾ എടുത്തു നോക്കി അറിയാം. അച്ഛൻ പറഞ്ഞു, ആരുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിങ്ങൾക്ക് ഈശോ ഉണ്ടെന്ന് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈശോയോട് ചേർന്ന് നടക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മൾ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാകും. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ അതേപ്പറ്റി പിന്നെ വിഷമിച്ചിട്ടില്ല. ആത്മീയ ജീവിതം
രാവിലെ കുർബാനയ്ക്ക് പോകാറുണ്ട്, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് 5:30 മണിക്ക് അനുഗ്രഹീതന പ്രാർത്ഥന വെച്ച് സാക്ഷ്യം ചേർന്ന് സാക്ഷ്യം കേൾക്കാൻ പറഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് സാക്ഷ്യം കേൾക്കും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ അച്ഛൻ്റെ സാക്ഷ്യം ഏതാ പറയണതെന്ന് അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ എല്ലാ സാക്ഷ്യം കേട്ടാലേ നമുക്ക് ആ ധ്യാനം കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് മസ്റ്റായിട്ട് സാക്ഷ്യം കേൾക്കണം. അപ്പോൾ എല്ലാം രാവിലെ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞ് ഞാൻ പിന്നെയുള്ള സാക്ഷ്യം കേൾക്കും. 7 മണി ഡ്യൂട്ടിക്ക് പോകണമായിരിക്കും ഞാൻ കേൾക്കും. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴും കുറച്ച് കേൾക്കും. അങ്ങനെ ഞാൻ മാക്സിമം എല്ലാ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്, ധ്യാനവും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഈശോ എന്നെ കൈ പിടിച്ച് നടത്താറുണ്ട്. എക്സാമ്പിൾ ഒരു ചെറിയ വിഷയമാണെങ്കിൽ, ഒരു ഡ്രസ്സ് എടുക്കുന്ന വിഷയമാണെങ്കിൽ പോലും ഇപ്പോൾ 6 മണിക്ക് എനിക്ക് കുർബാനയ്ക്ക് പോകണമെങ്കിൽ ഞാൻ പറയും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പോൾ 6 മണിക്ക് കുർബാന കഴിയുമ്പോൾ 7 മണിയാകും. അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിലേക്ക് എത്താൻ ലേറ്റാകും. അപ്പോൾ ഞാൻ പറയും ഈശോയെ എനിക്ക് വീട്ടിലേക്ക് എത്താം. അപ്പോൾ ഈശോ പറയും നീ വന്നിട്ട് പിന്നെ ഡ്രസ്സ് എടുത്തിട്ട് നീ കുർബാനയ്ക്ക് പോ. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം, അത്രയും നമ്മളോട് ക്ലോസായി നമ്മൾ ഈശോയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളോട് ഈശോ അത്രയും ക്ലോസായി നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഈശോയോടും മാതാവിനോടും ചേർന്ന് ജീവിക്കാൻ എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും ഈശോയുടെ കരവലയത്തിനുള്ളിൽ ചേർന്ന് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി. മെഴുകുതിരിയിലും ഈശോ മാതാവ് ഞങ്ങൾക്ക് റോസാപ്പൂവും മഴവില്ലും ഒക്കെ കാണിച്ചു തരാറുണ്ട്. ഈ മാതാവിൻ്റെ സ്റ്റാച്ചു മെഴുകുതിരിയിൽ വരാറുണ്ട്. അങ്ങനെയും മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പിന്നെയുള്ളത് എൻ്റെ ഹസ്ബൻഡിനെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ എനിക്കിനി. പരിശുദ്ധ ദൈവമാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബത്തിന് തന്നതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വചനമാണ്. ദൈവം നമ്മെ ശൂന്യതയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. മരുഭൂമിയിൽ ജലവും ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപയും ഉണങ്ങിയ വരണ്ട നിലത്ത് അരുവികളും ഒഴുക്കിത്തരുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഉടമ്പടി നമ്മളെ ഒരു ആത്മീയ നവീകരണത്തിനായി വിളിക്കുന്ന ഇന്നിൻ്റെ ഒരു പുതിയ പദ്ധതിയാണ്. ഉടമ്പടിയിൽ ദൈവം തൻ്റെ കൃപയുടെ ജലം നമ്മിലേക്ക് ഒഴുക്കുകയാണ്. വരണ്ട ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറയ്ക്കുന്നു. പ്രശ്നങ്ങളിൽ ഒരാത്മീയ ഉണർവും. ഇതിനെല്ലാം നമ്മെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ് കൃപയുടെ വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം പറയുന്നത് അവൻ പറയുന്നത് ചെയ്യുക എന്നതാണ്. ഈശോ പറയുന്നത് പോലെ ചെയ്യുവാനായിട്ട് ഉടമ്പടിയാണ് ഒരു വലിയ വഴി. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമ്പടി വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ദൈവം നമ്മെ പുതുക്കുകയും ആത്മാവിൽ നമ്മെ നിറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ലിജി ബോബൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആദ്യമായി കൃപാസനത്തിൽ വന്നത് നമുക്കറിയാം. എല്ലായിടത്തും പള്ളിയുണ്ടല്ലോ, എന്തിന് ഞാൻ പോകുന്നു എന്ന്. ഓട്ടിസമുള്ള 2 കുട്ടികളുമായിട്ട് എങ്ങനെ ഞാനിവിടെ എത്തുമെന്ന് മനസ്സിൽ വിചാരിച്ചു. കൃപാസനത്തിലേക്ക് വരുമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അതിനു മുൻപേ അമ്മ ലിജിയുടെ മുമ്പിൽ തന്നെ യാത്ര ചെയ്തു. ഇവിടെ വരികയും എങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് ഇവിടെ എത്തുമെന്ന് വിചാരിക്കുമ്പോഴാണ് വഴിയിൽ വെച്ച് ഏതോ ഒരു വ്യക്തിയെ കാണുകയും ഒരു കാറ് തന്നെയാണ് അമ്മ അറേഞ്ച് ചെയ്ത് കുട്ടികളെ ഇവിടെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഈ മക്കളെ സുരക്ഷിതമായിട്ട് അമ്മയുടെ സന്നിധിയിൽ എത്താനായിട്ട് അമ്മ ഇവർക്കൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. പിന്നീട് ഇവർ പോയ വഴിക്കെല്ലാം ആ സഞ്ചാരി മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് 2 കുട്ടികളും ഓട്ടിസമാണ്. സ്കൂളിൽ നിന്ന് സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റാനായിട്ട് 6-ാം ക്ലാസ് മുതൽ പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾ. ഒരു ചേഞ്ചുമില്ല. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ധ്യാനത്തിന് പോയി, പല പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചു. പിന്നീട് 2-ാം പുതുക്കലിൽ വന്ന് ഇവർ പ്രാർത്ഥിച്ച്
രണ്ട് പ്രാവശ്യം പുതുക്കി തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു ഉടമ്പടി വസ്തുക്കളായ തൈലവും ഒക്കെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. തിരിച്ചു പോയിട്ട് രണ്ടാം ആഴ്ചയിൽ തന്നെ ഈ കുട്ടികളുടെ രണ്ടുപേരുടെയും, അതായത് ഒരാളുടെ മാത്രമല്ല രണ്ടുപേരുടെയും വാ തുറന്നിരിക്കുകയും ഐബോൾ സ്റ്റക്കാവുകയും ചെയ്തു. പിന്നീട് രണ്ടുപേരെയും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ന്യൂറോ സർജൻ പറഞ്ഞത് ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. കാണിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവർക്ക് ഓട്ടിസം ഇല്ല എന്നാണ്. ഇത് ഇവിടെ പരിശുദ്ധ അമ്മയും ഈശോയുടെയും ഒരു വലിയ കൃപയാണ് നാം കാണുന്നത്. കാരണം ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വയലൻ്റ് ആയിരുന്ന കുട്ടികളായിരുന്നു. ഒരു രക്ഷയുമില്ല ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട്, നിയന്ത്രിക്കാൻ പറ്റാത്ത, ഒരു 2 മിനിറ്റ് നിൽക്കാൻ സാധിക്കാതെ എപ്പോഴും ഓടി നടന്ന് ശല്യപ്പെടുത്തി പലപ്പോഴും മറ്റുള്ളവരുടെ ഡ്രസ്സ് പോലും മാറ്റുമായിരുന്നു. കയ്യിൽ കിട്ടുന്ന സാധനമെല്ലാം എടുത്തെറിയുമായിരുന്നു. അങ്ങനെ 2 കുട്ടികളെ വളരെ ബുദ്ധിമുട്ടി ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ലിജി മനസ്സിൽ വിചാരിച്ചപ്പോൾ അമ്മ ഓൾറെഡി വഴിയിൽ വണ്ടിയെല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചതിന് ശേഷം ഈ കുട്ടികൾക്ക് വലിയൊരു മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഓട്ടിസം ഇല്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ വന്നതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി സാഹിത്യ തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം ഈ മക്കൾക്ക് വളരെ ഒരു മാറ്റമാണ് കാണുന്നത്. ഈ മകൾക്ക് എങ്ങും പോകാൻ സാധിക്കില്ല, മക്കളെ ഇട്ടിട്ട് എങ്ങും പോകാൻ എല്ലാം ഒരു ഡാമേജിങ് സ്റ്റേറ്റായിരുന്നു. അവിടെ നിന്നെല്ലാം ഈശോയും അമ്മയും കരകയറ്റി ഈ മക്കളെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അവർ ഇന്നിവിടെ നിൽക്കുന്നത്. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കുമെന്ന് പറയുന്ന ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ വരണ്ടമായ ദേശത്തൂടെ നടക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ 2 കുട്ടികളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ഒരു ഉണങ്ങിയ നിലത്തൂടെ അരുവികൾ തുറക്കാൻ സാധ്യതയില്ലാത്ത ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന ലിജിക്ക് ഈശോയും അമ്മയും കൃപാസനം ഉടമ്പടിയിലൂടെ ഒരു പുതിയ വഴി തുറന്നു കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടികളുടെ മേൽ അനുഗ്രഹവും ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി, അതായത് അച്ഛന് 40 വർഷത്തെ പൗരോഹിത്യ ജീവിതവും, അച്ഛൻ പരിശുദ്ധ അമ്മേനെ നേരിൽ കണ്ട വ്യക്തിയാണ്. 2 പ്രാവശ്യം അച്ഛനൊരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വലിയ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഉറവിടമുണ്ട്. ആ ആസ്തിയിലൂടെയാണ് നമുക്കുള്ള അനുഗ്രഹം ലഭിക്കുന്നത്. ആ സ്പെഷ്യൽ പ്രാർത്ഥനയാണ് അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആസ്തിയിലുള്ള ആ ഡിപ്പോസിറ്റ്, ആത്മീയ ജീവിതത്തിലുള്ള ഡിപ്പോസിറ്റ് ഉണ്ട്. ആ ഡിപ്പോസിറ്റിൽ നിന്നാണ് നമുക്കുള്ള അനുഗ്രഹം അമ്മ മാതാവിന് മേടിച്ച് നൽകുന്നത്. ഇവിടെ വരികയും ഈ മക്കൾക്ക് നല്ലൊരു മാറ്റം ലഭിക്കുകയാണ് ചെയ്തത്. അത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാണ്. ഉടമ്പടി വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ദൈവം നമ്മെ പുതുക്കുകയും വരണ്ട ഭൂമിയിൽ നിന്ന് ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഒഴുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. അതുപോലെ തന്നെയാണ് ജോലിയുടെ കാര്യവും. മകളുടെ ആഗ്രഹപ്രകാരം ഒരു സെക്രട്ടറി പോസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതും ഈ മകളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. വാഹനം ആഗ്രഹിച്ചു, ഗ്രേ കളറിൽ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെയും അമ്മ തന്നെ പറയുകയാണ്, PF ഒരു വഴി തുറന്നു കൊടുക്കുകയാണ്. എല്ലാ കാര്യത്തിനും അമ്മ മുൻകൂട്ടിയാണ് ഇവരുടെ ജീവിതത്തിൽ. മക്കളെ ഇല്ലാതെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ അവിടെയും അമ്മ തന്നെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് മകളോട്, മക്കളെയും കൂട്ടി വരാൻ. ഇതെല്ലാം നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്നതാണ്. അമ്മ മുൻകൂട്ടി എല്ലാം നമ്മളോട് പറഞ്ഞു തരികയാണ്, എന്ത് ചെയ്യേണ്ട അമ്മയെന്ന് ചോദിക്കുമ്പോൾ അമ്മ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. കൃപാസനത്തിൽ പോകുമ്പോൾ മക്കളെയും കൂട്ടി പോവുക, ഇങ്ങനെ ഓരോ കാര്യങ്ങളും. PF എടുക്കുക, പിന്നെ മെഴുകുതിരിയിൽ സൈൻ കാണിക്കുക. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമാണ് ഇവിടെ ജീവിതത്തിൽ ഉള്ളത്. വണ്ടി മേടിച്ചപ്പോൾ അമ്മയുടെ ഒരു ഇടപെടലുണ്ടെന്ന് അറിയിക്കാനാണ് ഗ്രേ കളറിലുള്ള വണ്ടിയും വണ്ടിയുടെ നമ്പറിൽ 7 എന്ന അക്കമുള്ളതും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ വരണ്ട മരുഭൂമിയിൽ ജലവും നമ്മുടെ ഉണങ്ങിയ ഹൃദയത്തിൽ അരുവികളും തുറക്കുവാൻ സാധിക്കുന്ന കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. കൃപാസനം ഉടമ്പടി വഴി അമ്മയുടെ ഇടപെടലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവും അനുഗ്രഹവും നമ്മിലും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും
ലിജി ബോബിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.